പേര് പറയുന്നുണ്ട്. സൺ ഡ്യൂ, മലയാളത്തില് സൂര്യ തുഷാരം എന്ന് പറയും കേട്ടാ. റോസിറ സൺ ഡ്യൂ, സൂര്യ തുഷാരം എന്ന് പറയും. ടീച്ചറൊക്കെ ഒരു കൊട കൊടുക്കേ. ആ ചെടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാ ഡ്രോസറിയാണ് കാണിക്കുന്നതേ. നിങ്ങളെ മക്കളാരും പറിക്കൊന്നും വേണ്ട. കാരണം ഇതിനെ പൂ വിരിഞ്ഞ് വീണ്ടും അടുത്ത കൊല്ലം കൊണ്ടുവരത്തലോ നടത്തി ഇവിടെ തന്നെ നിന്നോണ്ടിരിക്കണം. അതുകൊണ്ടെങ്കിൽ കുറച്ചുകൂടി ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ഇത് നിറഞ്ഞു വരും. ഇവിടെ വന്നത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ലെങ്കിലും അതുകൊണ്ട് ഇത് കണ്ടിട്ട് പോവാം. ഇതാണ് ചെടി. ഇത് കണ്ടോ? ഇതാണ് ചെടി കേട്ടോ. ഇതാണ് ഡ്രോസിറ എന്ന് പറയുന്ന ചെടി. അപ്പൊ ഇത് പൊരിക്കണ്ടേ. അപ്പൊ ഇതുണ്ടല്ലോ, ഇതിനെ കുഞ്ഞ് റോസ് നിറത്തിലുള്ള പൂവിരിയും. സൂര്യൻ ഇങ്ങനെ വരുമ്പോ കുഞ്ഞ് ഇങ്ങനെ വിരിഞ്ഞു വരും. അപ്പൊ ഇതിന്റെ പ്രത്യേകത നോക്ക്. ഇതിന്റെ വശങ്ങളിലെ നേർത്ത തണ്ടില്ലേ, തണ്ടിന് വലിയ രോമങ്ങളുണ്ട്. ആ രോമങ്ങള് ഇപ്പൊ ഇതിന്റെ പൂവിനെ ആകർഷിച്ചിട്ട് കുഞ്ഞു പ്രാണികൾ വരും. പ്രാണികള് പൂവിൽ നിന്ന് തേൻ നുകരാൻ വരുമ്പോ ഇതിന്റെ നേരിയ കണ്ട് അതിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കും. പിടിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്കാക്കും. മകളെ കേൾക്ക്, ടീച്ചർ പറയുന്ന നമ്മൾക്ക് ശരിക്ക് സൂര്യപ്രകാശമുള്ള സമയത്ത് അത് കാണാൻ പറ്റും. കാരണം ഇങ്ങനെ വളച്ചെടുത്തിട്ട് അതിന്റെ ആ നേരത്തെ രോമം പോലുള്ള ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ദ്രാവകം വരും. ആ ദ്രാവകം ആ പ്രാണീന്റെ ശരീരത്തിലെ എല്ലാം ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ആ പ്രാണീനെ ഇങ്ങനെ പുറത്തേക്ക് വിടും. ചില സമയത്ത് നമുക്ക് പ്രാണി വന്നിട്ട് അതിനെ ചുരുട്ടി ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് ശരിക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒരു പ്രാവശ്യം കൂടി വരികയാണെങ്കിൽ പൂക്കുന്ന സമയത്ത്, ആ പൂക്കാലത്ത് പറ നിറയെ പൂത്ത് നിൽക്കുന്ന ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നിറയെ സമൃദ്ധിയായിട്ടുണ്ടാവും. അപ്പോൾ പൂവ് വിരിഞ്ഞിട്ടുണ്ടാവും. പ്രാണികൾ നമ്മളിങ്ങനെ പിടികൂടുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത് ചിലപ്പോൾ ആവശ്യത്തിപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് നമുക്കിത് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ നോക്കാം, തുമ്പ കണ്ടിട്ടുണ്ടോ ആളെ? മക്കളെ തുമ്പ കണ്ടിട്ടുണ്ടോ? റോക്കറ്റ് വിക്ഷേപണ യന്ത്രമല്ല. അപ്പൊ നിങ്ങള് തെക്കുംപാടുന്ന് വരുന്നവരായതുകൊണ്ട് ഒരുപാട് ജൈവ സമൃദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തു നിന്നാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് തുമ്പ കണ്ടിട്ടുണ്ടാവില്ലേ? എത്ര ആൾക്കാർ തുമ്പ കണ്ടിട്ടുണ്ട്? എല്ലാരും കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ചരിത്രം പറഞ്ഞിരുന്നു.